നമുക്ക് ബാക്ക് ഡോർ കാണാം. ഈ ഒരു കാര്യം അഡീഷണൽ ബ്ലാക്ക് എഡിഷൻ എടുക്കുന്നവർക്ക് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോണ്ട എലിവേറ്റ് ആണ് കേട്ടോ. ഹോണ്ട എലിവേറ്റിൻ്റെ സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറച്ച് മാറ്റങ്ങളുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് കാര്യമൊന്നുമില്ല. ഓൺ റോഡ് പ്രൈസിൽ ഒരു 12,000 രൂപ ഡിഫറൻസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ അഡീഷണൽ കിട്ടും. വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 13,86,000 രൂപയ്ക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് എൻ്റെ ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 20,32,000 രൂപ. CVT ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് ബ്ലാക്ക് എഡിഷൻ്റെ കാര്യം കേട്ടോ, അല്ലാതെ നോർമൽ എഡിഷൻ അല്ല. ഈ സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ്റെ കാര്യമാണ് ഈ ഒരു പ്രൈസ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പിൻ്റെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 2 ലക്ഷം തൊട്ട് 2,25,000 രൂപ റേഞ്ചിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് മാത്രം അടച്ചാൽ മതി. 4 വേരിയൻ്റ് ആയിട്ടാണ് വണ്ടി വരുന്നത്. അതൊരു ടോപ്പ് വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ വേരിയൻറ്റിനും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കുറച്ച് ഇതിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ വന്നു എന്നുള്ളതാണ്. അതിനകത്ത് കുറേ എലമെൻറ്റ്, പ്രത്യേകിച്ച് മോഡിഫിക്കേഷനും അല്ലെങ്കിൽ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന ഒരു രീതിയിലേക്ക് വണ്ടിയെ മാറ്റി. നേരത്തെ ഹെഡ് ലാമ്പിലും ഇൻസൈഡ് ബ്ലാക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഭാഗത്ത് മാറ്റങ്ങളൊന്നും കൊണ്ടുവരേണ്ടി വന്നില്ല. DRL നമുക്ക് കാണാം. അതുപോലെ ഫോഗ് ലാമ്പ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫോഗ് ലാമ്പാണ്, ഒരു LED ഫോഗ് ലാമ്പാണ്, ഒരു ലെൻസ് ടൈപ്പ്, ഒരു പ്രൊജക്റ്റഡ് LED ഫോഗ് ലാമ്പ് എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാഡിങ് ബ്ലാക്ക് ആയിരുന്നു. അപ്പം അവിടെ നിന്ന് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വന്നില്ല. ഈ ഒരു ഫിനിഷിലേക്ക് വന്നപ്പോൾ, ഈ ഒരു വേരിയൻറ്റിലേക്ക് വന്നപ്പോൾ മാറ്റം വന്നിരിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു ക്രോം ഫിനിഷ് ആയിരുന്നു. അതൊരു ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിലേക്ക് വന്നു. ഗ്രില്ല് ബ്ലാക്കാണ്, സ്ട്രക്ചർ അത്യാവശ്യം വലിപ്പമുള്ള ഗ്രില്ലാണ് എലിവേറ്റിൻ്റെ. അതുപോലെ മാറ്റം വന്നിരിക്കുന്ന മറ്റൊരു ഇവിടുത്തെ സ്കിൽപ്പ് പ്ലേറ്റ് നമുക്ക് സിൽവർ ഫിനിഷിലായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഇതിപ്പോൾ അത് മാറി ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് ആ ഒരു ഭാഗം മാറി. ബാക്കി ഫ്രണ്ട് എലമെൻറ്റ് അത്യാവശ്യം നല്ല അഗ്രസീവാണ് നമ്മുടെ എലിവേറ്റിൻ്റെ. അതുപോലെ നമുക്ക് അഡാസ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് ഇപ്പം വണ്ടിയിൽ വരുന്നുണ്ട്. അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കാണേണ്ട ബാഡ്ജിങ് കാണാം, പുതിയ ബാഡ്ജിങ് നേരത്തെ ഇല്ലായിരുന്നു. ഈ ഒരു സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു ലോഗോയാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ വീലിലെ സൈഡിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു, ഒരു ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിലേക്ക് വന്നു, അങ്ങനെയാണ് പറയേണ്ടത്. ഫ്രണ്ട് നമുക്ക് വെന്റിലേറ്റഡ് ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇതാണ് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ഗ്ലോസി ഫിനിഷ് തന്നെയാണ്. നേരത്തെ നമുക്ക് ഡയമണ്ട് കട്ട് ഫിനിഷ് ആയിരുന്നു, അത് മാറിയിട്ടുണ്ട് ഈ ഒരു എഡിഷനിൽ. പിന്നെ ഈ ക്ലാഡിംഗ് ഒക്കെ ആൾറെഡി ബ്ലാക്ക് ആയിരുന്നു, അതിലൊന്നും മാറ്റമില്ല. ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡോർ സൈഡിൽ വന്നിരിക്കുന്ന ക്ലാഡിങ് മാറി. നേരത്തെ ബോഡി ഫിനിഷ് വന്നിരുന്നു, അത് മാറിയിട്ട് ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലേക്ക് വന്നു. വീൽ ബേസ് വരുമ്പോഴത്തേക്ക് 2650 mm, അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ 220 mm ആണ് വരുന്നത്. അത് നേരത്തെ അറിയാതെ ആരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ നമുക്ക് നേരത്തെ ക്രോം ഫിനിഷ് ആയിരുന്നു, അത് മാറിയിട്ട് ഒരു ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിലേക്ക് വന്നു. പിന്നെ എന്താണ് മാറ്റം എന്ന് പറയുക, റൂഫ് റെയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. റൂഫ് റെയിൽ ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫിനിഷ് ആയിരുന്നു എന്ന് പറയാം, അത് മാറി ഒരു ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിലേക്ക് ഈ ഒരു ഭാഗം മാറി. അപ്പം സൈഡിൽ നോക്കുമ്പോഴും ഫുള്ള് ബ്ലാക്ക് തീമായി വണ്ടി എന്നുള്ളതാണ് ഒരു സൈഡ് എലമെൻറ്റിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഒരു നല്ല രസമുള്ള ഫീലായി. നേരത്തെ നമുക്ക് ബ്ലാക്ക് ഫിനിഷ് ഇല്ലായിരുന്നു, അപ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നപ്പോഴത്തേക്ക് വണ്ടി ഒന്നുകൂടെ ഒരു അഗ്രസീവ് ലുക്ക് തോന്നുന്നുണ്ട്. എലിവേറ്റ് എന്നുള്ള ബാഡ്ജിങ് അതിൻ്റെ തൊട്ട് താഴെ ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബാഡ്ജിങ് ആണ്. അപ്പോൾ ബ്ലാക്ക് എഡിഷൻ എടുക്കുന്നവർക്ക് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനോട് അഡീഷണൽ കിട്ടും. ഒരു ബ്ലാക്ക് എഡിഷൻ ബാഡ്ജിങ് നമ്മുടെ ഹോണ്ടയിൽ തന്നെ വരുന്നുണ്ട്. ഹെഡ് ലാമ്പിനെ ടെയിൽ ലാമ്പിനെ കുറിച്ചൊന്നും പറയുന്നില്ല, കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് ഹോണ്ടയുടെ ലോഗോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് അല്ലാത്ത കളർ കാണുന്നത് ഈ ടെയിൽ ലാമ്പാണ്. പിന്നെ ഈ കാണുന്ന കുറച്ച് ക്രോം ഫിനിഷ്, വേറെ ഒന്നും ബ്ലാക്ക് അല്ലാതെ കാണുന്നില്ല. അതാണ് ഇവിടെ റെഡ് റിഫ്ലക്ടർ റെഡിൽ വരുന്നുണ്ട്. പിന്നെ ക്ലാഡിങ്, ഈ കാണുന്ന സ്കിൽ പ്ലേറ്റ് പ്ലസ് ക്ലാഡിങ്, നമുക്ക് ഈ ഒരു സ്കിൽ പ്ലേറ്റ് സിൽവർ ഫിനിഷ് ആയിരുന്നു, അത് മാറിയിട്ട് അത് ബ്ലാക്ക് മാറ്റ് ഫിനിഷിലേക്ക് വന്നു. ക്ലാഡിങ് നേരത്തെ ഈ ഒരു ഭാഗം ബ്ലാക്ക് ആയിരുന്നു, ഇവിടെ സിൽവർ ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ IVTEC ബാഡ്ജിങ്, ബൂട്ട് സ്പേസിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഏകദേശം 458 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. 60-40 ആയിട്ട് സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇനി പ്രത്യേകിച്ച് ബേസിക്കലി എക്സ്റ്റീരിയർ മാറ്റങ്ങൾ വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ബാക്ക് ഡോർ കാണാം. ഈ ഒരു കാര്യം അഡീഷണൽ വന്നു ആംബിയൻ ലൈറ്റിങ്, 7 കളർ ആംബിയൻ ലൈറ്റിങ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡോർ പാഡെല്ലാം ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു. ഇതൊരു ഡാർക്ക് ഗ്രേ അലുമിനിയം ഫിനിഷ് എന്ന് പറയാം. പിന്നെ സ്പീക്കറിനകത്തൊന്നും മാറ്റമില്ല. സീറ്റിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളാണ് ഫുള്ളി ബ്ലാക്കായി. പ്രീമിയം ലെതർ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ സീറ്റിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ബാക്കിൽ ഒന്ന് കാണിച്ചു തരാം. സീറ്റ് ഉണ്ടല്ലോ, ബാക്കിലെ സീറ്റ് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫിനിഷിലേക്ക് വന്നുള്ളതാണ്. ബാക്കിലെ സ്പേസിൻ്റെ കാര്യത്തിലൊന്നും നേരത്തെ ഉണ്ടായിരുന്നു, അത് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എയർ ബാഗ് നമുക്ക് ഇടയ്ക്ക് ചേഞ്ച് വന്നു. ഇപ്പോൾ 6 എയർ ബാഗാണ് സ്റ്റാൻഡേർഡായിട്ട് വണ്ടിയിൽ വരുന്നത്. അതുപോലെ ഫ്രണ്ടിലെ സീറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഫ്രണ്ടിലെ സീറ്റ് ഉണ്ടല്ലോ അത്യാവശ്യം കുഷനിങ് ഉണ്ട്, നല്ല വെൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള സീറ്റാണ്. അത്യാവശ്യം തൈ സപ്പോർട്ട്, ലാമ്പ സപ്പോർട്ട്, വിങ് സപ്പോർട്ട് എല്ലാം ഉള്ള സീറ്റാണ്. അതുപോലെ ഹെഡ് റെസ്റ്റ് ആയാലും ഒരു പ്രീമിയം രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സീറ്റിനായിട്ട്. ഇതൊന്നും നേരത്തെ ഉള്ള കാര്യമാണ്, ഇപ്പോൾ വന്ന മാറ്റങ്ങളല്ല. ഇപ്പോൾ വന്നിരിക്കുന്ന മെയിനായിട്ട് ഈ ഒരു ഫിനിഷ്, ഒരു ബ്ലാക്ക് തീമിലേക്ക് വണ്ടിയെ കൊണ്ടുപോകുന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മേജറായിട്ടുള്ള മാറ്റം. ഈ ഒരു ഡോർ സൈഡിലായാലും ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തു. സ്റ്റിയറിങ് ഇതൊക്കെ നേരത്തെ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ഡാഷ്ബോർഡ്, ഒരു ഇൻറ്റീരിയർ തീമിലേക്ക് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് വണ്ടിക്കകത്തിരിക്കുന്ന ഒരു ഫീല്
നമുക്ക് പുറത്തെ ബ്ലാക്ക് അതേപോലെ അകത്ത് കിട്ടുന്നൊരു ഫീൽ ത്രൂ ഔട്ട് ബ്ലാക്ക് ഈ അകത്ത് ഏരിയയിൽ കൊണ്ടുവന്നു. അതാണ് അകത്ത് വന്നിരിക്കുന്ന മാറ്റം. അതുപോലെ എഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, 121 bhp പവറും 145 ടോർക്ക് വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കേട്ടോ. 7 സ്റ്റെപ്പ് CVT ആണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ഓട്ടോമാറ്റിക് നോർമൽ മാനുവൽ വെർഷനും ഉണ്ട്, അത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് അതിനകത്ത് വരുന്നത്. CVT ആകുമ്പോൾ കുറച്ചുകൂടെ രസകരമായിരിക്കും, നോർമൽ AMG കാട്ടി കുറച്ചുകൂടെ രസകരമായിരിക്കും ഓടിക്കാൻ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ബാക്കി ഇന്ത്യയെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഉണ്ട്, 2 എയർപോർട്ട് ചാർജിങ് സോക്കറ്റ്, ഇവിടെ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, അത്യാവശ്യം ബിഗ്ഗറായിട്ടുള്ള സ്ക്രീൻ വരുന്നുണ്ട് ഫ്ലോട്ടിംഗ് പാറ്റേണിൽ, അത്യാവശ്യം ബിഗ്ഗറായിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ക്ലസ്റ്റർ ആണെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം രസകരമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ അഡീഷണലായിട്ട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് അഡാസ് പോലുള്ള പ്രീമിയം ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് വണ്ടിയിലുണ്ട്. എയർ ബാഗ് നേരത്തെ പറഞ്ഞു 6 എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് പവർ ഷിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് കേട്ടോ. അത്യാവശ്യം ഫുള്ളി പാക്ഡ് ആണ് വണ്ടി. നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വരുമ്പോഴേക്ക് ഏകദേശം 2 തൊട്ട് 2,25,000 രൂപ ആവറേജ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് നമ്മൾ 13,86,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും. അത്യാവശ്യം ബിഗ്ഗറായിട്ടുള്ള വാഹനമാണ്, സ്ട്രോങ് ആണ്, സേഫ്റ്റി റേറ്റിങ്ങിലൊക്കെ മികച്ച രീതിയിൽ നിൽക്കുന്നു. അതൊക്കെ കുറേ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു വാഹനത്തെ പറ്റി പറയുമ്പോൾ. ഇത്രയേ ഉള്ളൂ. ഒരു ബ്ലാക്ക് എഡിഷൻ വന്നപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്തൊക്കെയാണ് വന്നതെന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഡീറ്റെയിൽഡ് ആണ്, അപ്പോൾ അത് വേണ്ടവർക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ റെഫർ ചെയ്യാം.